ക്രെഡിറ്റോ 24 ഈ ആപ്ലിക്കേഷനെ പറ്റി വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് പേര് റീസെൻ്റ്ലി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ടൈമാണ് ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഇത് ആപ്ലിക്കേഷൻ അല്ല, വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണോ, ലോൺ എടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ലോൺ എടുക്കണോ വേണ്ടതെന്നൊക്കെ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ആൾക്കാർ വീഡിയോ ഓപ്പൺ ചെയ്യുന്നതിന് ലിങ്കിന് വേണ്ടിയാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പോകും. കാരണം ഒരു ഫേക്ക് ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാനത് കണ്ടതാണ്. പക്ഷേ നിങ്ങൾ പുതിയൊരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അത് ജെനുവിൻ ആണോ എന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 മിനിറ്റ് വീഡിയോ ഉള്ളൂ. സോ അത് മുഴുവനായിട്ട് കാണുക. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ക്രെഡിറ്റോ 24 എന്നാണ്. നമുക്ക് 40,000 വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. RBI അപ്രൂവ്ഡ് NBFC വഴി തന്നെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല. പക്ഷേ എടുക്കണോ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റ് നമുക്ക് 1.5% തൊട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 22 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ ലോൺ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ലോൺ കിട്ടാനായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം മതി. വേറെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ് ഒന്നും വേണ്ട. 22 വയസ്സിന് മുകളിൽ പ്രായം വേണം. നിങ്ങളിൽ ആധാർ കാർഡ്, പാൻ കാർഡ് വേണം. സോ നമുക്ക് എങ്ങനെ ലോൺ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കുക. ലോണിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എടുക്കണോ വേണ്ടെന്നുള്ളത്. സോ നമ്മളിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരും. ഇവിടെ വെബ്സൈറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്യാൻ പറയും. 1000 തൊട്ട് 40,000 വരെയാണ് ലോൺ എടുക്കാനായിട്ട് പറ്റുന്ന. റീപേയ്മെൻറ്റ് ഡേറ്റ് ഒറ്റ ദിവസമേ വരുന്നുള്ളൂ, ഒറ്റ തവണയെ കാണിക്കുന്നുള്ളൂ. അതുപോലെ മുകളിലായിട്ട് കംപ്ലയിൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിൽ, മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇവരുടെ APK ഫയൽ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. നിങ്ങൾ വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്യുക. സോ നമ്മളുടെ മൊബൈൽ നമ്പർ എടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. മൊബൈൽ നമ്പർ കൊടുത്ത് OTP വന്നു. അതിനുശേഷം നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് പാൻ കാർഡിലെ പേര് കാണിക്കും. അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ശേഷം താഴെയായിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. കമ്പനി പേര്, അതുപോലെ തന്നെ കമ്പനി മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. താഴെയായിട്ട് അഡീഷണൽ എന്ന രീതിയിൽ ഒരു മൊബൈൽ നമ്പറും പേരും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ആധാർ കാർഡിൻ്റെ നമ്പറും ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആധാറിൻ്റെ KYC അതിന് കംപ്ലീറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിൽ കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ് കാണിക്കും നമ്മുടെ ആധാറിൽ. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പേജിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനായിട്ട് പറയും. സോ IFSC കോഡ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്ക് ഫെച്ച് ചെയ്യും. ശേഷം അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറയും. ഇതുപോലെ പ്ലീസ് വെയിറ്റ്, വി ആർ വെരിഫൈങ് യുവർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഞാനൊരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കിവിടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ട്. എനിക്കിവിടെ 6000 അപ്രൂവ് ആയിരിക്കുന്നത്. എമൗണ്ട് ക്രെഡിറ്റ് ആവുന്ന 5605 രൂപയാണ്. ഓൾമോസ്റ്റ് ഒരു 300 സംതിങ് രൂപ ഫീസായിട്ട് പോകും. 394 രൂപ ഫീസായിട്ട് പോകും. ആ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തപ്പോൾ ഫീസ് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. പ്രോസസ്സിംഗ് ഫീസിൻ്റെ ടാക്സ് ടോട്ടൽ നമുക്ക് 394 രൂപ മാത്രമേ എക്സ്ട്രാ ഫീസ് വരുന്നുള്ളൂ. റീപേ ചെയ്യേണ്ട എമൗണ്ട് 6000 ആണ്. റീപേയ്മെൻറ്റ് ഡേറ്റ് 16/3 ഞാനത് അപ്ലൈ ചെയ്യുന്നത് മാർച്ച് 9 അതായത് 7 ദിവസം മാത്രമേ എനിക്കിതിന് ഈ പറയുന്ന റീപേയ്മെൻറ്റ് പീരീഡ് വന്നിട്ടുള്ളൂ. 7 ദിവസം മാത്രം. 7 ദിവസം കൊണ്ട് എനിക്ക് വെറും ഫീസ് 400 വരുന്നുള്ളൂ. പക്ഷേ എനിക്ക് 7 ദിവസം മാത്രമേ ടെന്യൂർ വന്നിട്ടുള്ളൂ. സോ അവിടെ ലോൺ ആപ്ലിക്കേഷനുണ്ട്, എഗ്രിമെൻ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കും PDF ആയിട്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് സാങ്ഷൻ ലെറ്ററൊക്കെ വായിച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്ത് താഴെ കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരിക. OTP കൊടുത്തുകൊണ്ട് നമുക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് നമുക്ക് മാനുവലായിട്ട് തന്നെ ലോൺ എടുത്തു കഴിഞ്ഞാൽ മാനുവലായിട്ട് ആപ്പിൻ്റെ അകത്ത് റീപേ ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ വെബ്സൈറ്റ് വഴി തന്നെ റീപേ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ലോൺ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ചെറിയ ഫീസ് മാത്രമാണ്, 400 രൂപയാണ്. പക്ഷേ യൂട്യൂബിൽ ഞാൻ വേറെ വീഡിയോസൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് നല്ല എമൗണ്ട് വ്യത്യാസം വരുന്നവരുണ്ട്. ചെറിയ കാലയളവിൽ നല്ല എമൗണ്ട് വ്യത്യാസം വരുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫീസും ചെറിയ ഡെലിവറി മാത്രമേ വരുന്നുള്ളൂവെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എങ്ങനെയാണെങ്കിലും ഇത് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് ഒട്ടും അവസ്ഥയല്ല, എടുത്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമാണ്, വേറെ എന്തെങ്കിലും അപ്രൂവ് ആവുന്നില്ല എന്നുള്ള മാത്രം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ, ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഫീസോ കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അവിടെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാണ്ട് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം
ഒന്നിൽ അപ്രൂവ് ആവുന്നില്ലെങ്കിൽ മാത്രമൊക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. എന്നാലും ഞാൻ യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്തില്ല, അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയത്തുള്ളൂ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റീപേയ്മെൻറ്റ് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ റീപേ ചെയ്യാൻ പറ്റിയില്ല, ആൾ വീട്ടിൽ വരുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ റീപേ ചെയ്യാനൊന്നും പറ്റാതെ നിൽക്കുന്നവരാണെങ്കിൽ ഒരിക്കലും എടുക്കാതിരിക്കുക കേട്ടോ. അതാണ് ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും ആപ്പ് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ജെന്യുവിനാണ്, പക്ഷേ എടുക്കാതിരിക്കുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയോട് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലോട്ട് കാണാം. ബൈ.